മുറ്റത്തെ മാവിന്റെ കൊമ്പത്തു പൂവിട്ട മോഹക്കിനാവിൻ കനി തേടി. നമ്മൾ കൊറോണ സമയത്ത് ഒരു മാംഗോസ്റ്റിൻ മരച്ചോട്ടിൽ വെച്ച് മാംഗോസ്റ്റിൻ കഴിക്കാൻ വേണ്ടി വന്ന 4 സുഹൃത്തുക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പാട്ടുകൾ, നമ്മുടെ ഉള്ളിലുള്ള പാട്ടുകൾ പുറത്തെത്തിക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പാട്ടിലൂടെ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യം മുതലേയുള്ള ചിന്ത. ഞങ്ങളുടെ മാംഗോസ്റ്റിൻ ക്ലബിന്റെ ഗോഡ് ഫാദറാണ്. ആസ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കുറേ ഫ്രീഡവും ഞങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഏറ്റവും നല്ലത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. ഇന്ന ജോണർ എന്നുള്ള രീതിയിലല്ല, എന്ത് ജോണറും ഞങ്ങൾക്ക് ചെയ്യാം. മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ഇവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, ഇവരെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. പ്രായത്തിൻ്റെ മാറ്റി നിർത്തൽ വരുന്നില്ലല്ലോ. അത് ആദ്യം കാണുമ്പോഴും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ മോനേട്ടനാണല്ലോ. വെളുത്ത താടിയുള്ള ഒരാൾ നടുവിൽ നിൽക്കുന്നു, കുറച്ച് കുട്ടികളും കൂടെ നിൽക്കുന്നു എന്നുള്ളത്. മോനേട്ടറെ കൂട്ടാണ് ഞങ്ങൾ എവിടെയൊക്കെ പോകുമ്പോൾ വലിച്ച വന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. മാംഗോസ്റ്റിൻ ക്ലബ്ബിലേക്ക് അങ്ങനെ ഇന്റൻഷനലി എത്തുന്നൊന്നല്ല. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ മീൻ പിടിക്കാൻ പോയാണ്. അങ്ങനെ എനിക്ക് ആർട്ടിസ്റ്റായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പണ്ടേ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഉള്ളിൽ. ഉറപ്പായിട്ടും എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സർക്കസ് കളിയാണ് ജീവിതം. അച്ഛനൊക്കെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഓര് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ ആർട്ട് കണ്ടിട്ടാണെങ്കിൽ അച്ഛൻ്റെ പാട്ട് പല തുള്ളി പെരുകുളിരായിടമുറിയ മഴയും ഒരു പുള്ളി കൂട ചൂടി മഴ നനയാതവളും. ഹായ് ഹലോ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിന് ഓണം എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലീശ ഇൻട്രോയ്ക്കൊന്നും ഞാൻ മുതിരുന്നില്ല. ഓണം വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു കൂട്ടം സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ നമുക്കിപ്പോൾ ഉണ്ട്. മാംഗോസ്റ്റിൻ ക്ലബ്ബാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം ഓരോരുത്തരും അവരവരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ഗൗതം ഷാ. ഞാൻ മാംഗോസ്റ്റിൻ ക്ലബിൻ്റെ കൂടെ മ്യൂസീഷ്യനാണ്. അതേസമയം ആഫ്റ്റർ 808 എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് കൂടെയുണ്ട്. അതെ, അടുത്ത ആളിലേക്ക് പോവാം. ക്ലബിലെ റാപ്പറാണ്. എൻ്റെ പേര് നവജോത്. ഞാൻ ക്ലബിൻ്റെ ഫൗണ്ടേഴ്സിലൊരാളാണ്. ഇപ്പം രസമായിട്ട് പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. ഞങ്ങളുടെ മാംഗോസ്റ്റിൻ ക്ലബിന്റെ ഗോഡ് ഫാദറാണ്. ചൂട്ടുമോഹൻ എന്നുള്ള പേര് ചൂട്ടുമോഹൻ എന്നാണ് അറിയപ്പെടുന്ന പേര്. മ്യൂസിക് ബാൻഡിലും അങ്ങനെ തന്നെയാണ് പറയുക, ചൂട്ട് വരുന്നതെന്നാണ്. ഓക്കെ. എൻ്റെ പേര് അജയ് ജിഷ്ണു സുധേയൻ എന്നാണ്. ഞാനും മാംഗോസ്റ്റിൻ ക്ലബിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടറാണ്. ക്ലബിൻ്റെ വരികളൊക്കെ എഴുതുന്നത് ഞാനാണ്. എൻ്റെ പേര് അർജുൻ. ഞാൻ മാംഗോസ്റ്റിൻ ക്ലബിൽ പെർഫോം ചെയ്യാറ്, ഞാൻ പാടാറില്ല, റാപ്പാണ് ചെയ്യാറ്. അപ്പോൾ ഞാനും ഗൗതമും തമ്മിലൊരു ഹിപ്പ് ഹോപ്പ് ഡുവോ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇങ്ങനെയാണ് സംഭവങ്ങൾ. ബാക്കി നോക്കാം. ഇപ്പോൾ ഈ മ്യൂസിക് ബാൻഡുകൾ തുടങ്ങുന്ന, അപ്പോൾ ഒരുപാട് മ്യൂസിക് ബാൻഡുകൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ തൊട്ട് ഭയങ്കര സജീവമായിട്ട് നിന്ന മ്യൂസിക് ബാൻഡുകൾ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അവരൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മാംഗോസ്റ്റിൻ ക്ലബിനെ സംബന്ധിച്ച് ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും അല്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആണെങ്കിലും പാട്ടുകളായിട്ടും വാട്സപ്പ് സ്റ്റാറ്റസുകളായിട്ടും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളൊക്കെ ആയിട്ട് മാംഗോസ്റ്റിൻ്റെ ഓരോ പ്രൊഡക്ഷനുകളും ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് രൂപപ്പെട്ടത്? മാംഗോസ്റ്റിൻ ക്ലബ്ബ് എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ബാൻഡ് ഉണ്ടാവാൻ വേണ്ടി ബാൻഡ് ഉണ്ടാക്കിയതല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. കാരണം നമ്മൾ കൊറോണ സമയത്ത് എല്ലാവരും നാട്ടിലകപ്പെട്ടു പോയ സമയത്ത് ഒരു മാംഗോസ്റ്റിൻ മരച്ചോട്ടിൽ വെച്ച് മാംഗോസ്റ്റിൻ കഴിക്കാൻ വേണ്ടി വന്ന 4 സുഹൃത്തുക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പാട്ടുകൾ, നമ്മുടെ ഉള്ളിലുള്ള പാട്ടുകൾ പുറത്തെത്തിക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പാട്ടിലൂടെ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യം മുതലേയുള്ള ചിന്ത. അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് പാട്ടുകളായി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. മാംഗോസ്റ്റിൻ ക്ലബ്ബിൽ വരുന്ന പാട്ടുകൾ അങ്ങനെ ഈ പറയുന്ന പോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സിനിമാ പാട്ടുകളൊക്കെ പാടി ജാം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒറിജിനൽ കമ്പോസിഷൻസ് ആണ് കൂടുതലും മാംഗോസ്റ്റിൻ ക്ലബ്ബിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ മാത്രം മതി, നമുക്ക് ഈ ഒരു പാട്ടുകൾ മാത്രം നമ്മുടെ ഇതിലൂടെ പറഞ്ഞാൽ മതി എന്നുള്ളൊരു തീരുമാനം ഇനിഷ്യലി ഉണ്ടായിരുന്നോ, അതോ അത് പിന്നീട് സംഭവിച്ചതാണ്? എങ്ങനെയാണ്? അതായത് ഒറിജിനൽ സോങ്സ് എന്ന് പറയുന്നത് ആസ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് എന്നുള്ള രീതിയിൽ
ഞങ്ങൾക്ക് കുറേ കൂടി ഫ്രീഡവും ഞങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഏറ്റവും നല്ലത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങളുടേതായിട്ടുള്ള സോങ്സ്. അതിപ്പം ഇവൺ ഇന്ന ജോണർ എന്നുള്ള രീതിയിലല്ല, എന്ത് ജോണറും ഞങ്ങൾക്ക് ചെയ്യാം. അപ്പം ആ രീതിയിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരാൻ ഏറ്റവും നല്ലത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ബട്ട് ഈ പറയുന്ന ലൈവ് ഷോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒബ്വിയസ്ലി കവേഴ്സും ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ഒറിജിനൽ സോങ്സിൻ്റെ കൂടെ തന്നെ അതും ചെയ്യാറുണ്ട്, രണ്ടും ചെയ്യാറുണ്ട്. പെർഫോം ചെയ്യാൻ എല്ലാം ചെയ്യാറുണ്ട്. ബട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഇപ്പം ഞങ്ങളുടെ സോങ്സ് ആണ്. വേറെ ആർക്കും വേണ്ടിയിട്ട് ഒരു സിനിമ പോലെയുള്ള ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ എന്നേ ഉള്ളൂ. അതുപോലെ മോഹനേട്ടനിലേക്ക് വരികയാണ് ഞാൻ. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ഒന്നും യാതൊരു അതിർവരമ്പുകളില്ലാതെ ഇവരുടെ ഒപ്പം തന്നെ അതേ ഒരു മനസ്സോടുകൂടി നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാളാണല്ലോ മോഹനേട്ടൻ. മോഹനേട്ടൻ എങ്ങനെയാണ് ഈ മാംഗോസ്റ്റീൻ ക്ലബിലേക്ക് വരുന്നതും പിന്നെ ഇവരുമായിട്ടുള്ളൊരു ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ? കുഞ്ഞുകാലം മുതൽ ഇദ്ദേഹമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ ഈ കൊറോണ കാലത്ത് ഈ മ്യൂസിക് ബാൻഡിനെ കുറിച്ച് മാംഗോസ്റ്റീൻ മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ഇവർ സംസാരിക്കുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ട്, ഇവരെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോഴിവർ മ്യൂസിക് ബാൻഡ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫാദറായിട്ട് നമ്മളെ തീരുമാനിക്കുകയും പിന്നെ ഇവരെ കൂടെ എപ്പോഴും ഇവരൊക്കെ ജനിച്ച കാലം മുതലേ കാണുന്നത് തന്നെയാണ്. അപ്പം ഞങ്ങൾക്കൊരു എന്താ പറയുക, ഈ പ്രായത്തിൻ്റെ മാറ്റി നിർത്തൽ വരുന്നില്ലല്ലോ. ഓക്കെ, അതുപോലെ ഈ ഗോഡ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്ത് പറയുകയാണ്. അതായത് മാംഗോസ്റ്റീൻ ക്ലബിൻ്റെ ഒരു പരിപാടിക്ക് ഇന്ന സ്ഥലത്തൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മോഹനേട്ടൻ്റെ വീഡിയോയും സ്റ്റോറികളും കണ്ടിട്ടാണ്. മോഹനേട്ടൻ്റെ സ്റ്റോറി അജയ് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇന്നെവിടെ പരിപാടി ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 500 പിള്ളേരും വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബാൻഡ് മൊത്തത്തിൽ ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിലേക്ക് ആള് വന്ന സമയത്ത് ഈ ആളുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും നമ്മുടെ ഒരു ഐഡിയ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ അത് എത്രമാത്രം ഹ്യൂജ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതായത് ആക്ച്വലി നമ്മൾ ഈ മാംഗോസ്റ്റീൻ കഴിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ കൂടിയിരുന്ന് ഈ ആലോചന നടക്കുന്ന ദിവസവും മോഹനേട്ടൻ അവിടെ ഉണ്ട്. മോഹനേട്ടൻ അന്ന് ഒരു കൊറോണയെ പറ്റിയുള്ളൊരു പാട്ടൊക്കെ പാടി ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയമാണ്. മോഹനേട്ടൻ അന്നും അവിടെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മോഹനേട്ടൻ വേറൊരാളല്ല, നമ്മൾ 4+1 എന്നുള്ളത് അന്നേട്ടേ മോഹനേട്ടൻ കൂടെ ഉള്ളതാണ്. മോഹനേട്ടൻ്റെ സംഗീതം അധികവും നാടൻ പാട്ടുകളും അങ്ങനെ കുറേ ഗ്രാമീണ പാട്ടുകളാണ് മോഹനേട്ടൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ അത് കുറേ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കത് എലവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളും ബേസിക്കലി ഇത് എൻജോയ്, മോഹനേട്ടനും ഞങ്ങളും ഒരുപോലെ ഈ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസമുള്ള പാർട്ട്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? 500 മക്കളും പല സ്ഥലത്തുനിന്ന് ചോദിക്കാറുണ്ട്. മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ എല്ലാവരും 30ൻ്റെ താഴെയുള്ളവർ, ഒരു 60ൻ്റെ മേലുള്ള ഒരാൾ, നിങ്ങളെങ്ങനെ യോജിച്ച് പോന്നു എന്നുള്ളത് ചോദ്യം വരാറുണ്ട്. പെട്ടെന്ന് നമുക്ക് മറുപടി എനിക്കങ്ങനെ കൊടുക്കാനാവില്ല, പക്ഷെ ഇവർക്ക് മറുപടി കൃത്യമായിട്ട് കൊടുക്കാനാവും. അത് ആദ്യം കാണുമ്പോഴും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ മോഹനേട്ടനാണല്ലോ. വെളുത്ത താഴെയുള്ള ഒരാൾ നടുവിൽ നിൽക്കുന്നു, കുറച്ച് കുട്ടികളും കൂടെ നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്. കൂടെ ഉള്ള മോഹനേട്ടനെ കൂട്ടാണ് ഞങ്ങൾ എവിടെയൊക്കെ പോകുമ്പോൾ വലിച്ചം വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ റാപ്പറോടാണ്. ഈ റാപ്പ് എന്ന് പറഞ്ഞൊരു ഈ ഒരു പരിപാടിയോടുള്ളൊരു അഭിരുചി തോന്നുന്നത് എങ്ങനെയാണ്? അത് മാംഗോസ്റ്റീൻ ക്ലബിലേക്കും കൂടെ ഇൻക്ലൈൻഡ് ചെയ്യുന്നൊരു സാഹചര്യം എന്താണ് ശരിക്കും? റാപ്പിനോട് ആക്ച്വലി ആദ്യം മുതലേ ഹിപ്പ് ഹോപ്പ് നല്ലോണം കേൾക്കാറുണ്ട്. ചെറുപ്പം മുതലേ ഏറ്റവും ഫേവറേറ്റ് ജോണർ റാപ്പ്, ഹിപ്പ് ഹോപ്പ്, ആ ഒരു സ്റ്റൈൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വേർഡ് പ്ലേ വെച്ചുള്ള പരിപാടികൾ, വാക്കുകൾ കൊണ്ടുള്ള അതിനോട് തോന്നിയൊരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് റാപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ വേർഡുകൾ ബിൽഡ് ചെയ്യുക, അത് വെച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ, ഈ റൈം ചെയ്യിക്കുക, അതിലൊക്കെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മാംഗോസ്റ്റീൻ ക്ലബിലേക്ക് അങ്ങനെ ഇൻറ്റൻഷനലി എത്തുന്നൊന്നല്ല. ഞാൻ ആക്ച്വലി കൃഷ്ണൻ്റെ വീട്ടിൽ മീൻ പിടിക്കാൻ പോയാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മീൻ പിടുത്തം അങ്ങനെ സെറ്റായില്ല, മീനൊന്നും കിട്ടിയില്ല. അത് അപ്പോൾ പിന്നെ നല്ല റാപ്പിങ്ങിലേക്ക് കിടക്കാൻ വെച്ചത്. അങ്ങനെ ശരിക്കും തന്നെ ഞാൻ ഉച്ചയ്ക്ക് പോയി, എനിക്ക് എവിടുന്നോ ഒരു തോന്നൽ വന്ന് റാപ്പ് എഴുതണം എന്നുള്ളത്. കുറച്ചുകൂടെ ചെറുതായിരുന്നു, 18-19 ആ ഒരു വയസ്സായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു ട്രാക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുക. അന്ന് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, എങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ എങ്ങനെ ഒന്നും അറിയില്ല. ഒരു പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ മിക്സ് ചെയ്യണമെന്ന് പോലും അറിയില്ല. അത്രയും പ്രത്യേകിച്ച് നോളജൊന്നുമില്ല. പക്ഷേ ഒരു ത്വര ഭയങ്കരമായിട്ടുണ്ട്, ചെയ്യണം എന്നുള്ളൊരു സാധനം. അതിൻ്റെ പുറത്ത് സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ട്രാക്കാണ്. അതാണ് ഫസ്റ്റ് ട്രാക്ക്. പിന്നെ ആ ഒരു നമ്മുടെ ആശയങ്ങൾ പറയുക, എപ്പോഴും പൊളിറ്റിക്കലായിട്ട് നിൽക്കുക എന്നുള്ളൊരു
ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടെയാണ് ഈ ഒരു ജോണർ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രൈക്കും കൊണ്ട് ജിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പം പാട്ടും എഴുതി പഠിക്കുന്ന ടൈമാണ്. കറക്റ്റ് അറിയില്ല, എന്തൊക്കെ എഴുതി വെച്ചാണ് ഒരു കഥയൊക്കെ എഴുതിയ പോലെ. ജിഷ്ണുവേട്ടൻ അങ്ങനെ കറക്റ്റ് സ്ട്രക്ചർ ചെയ്ത് തന്നു, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് മാംഗോസ്റ്റിൻ ക്ലബ്ബിലേക്ക് എത്തുന്നത്. പിന്നെ അടുത്ത പാട്ടുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാപ്പർ ആരാന്ന് ചോദിച്ചാൽ വെച്ചാൽ എങ്ങനെ ഫോളോ ചോദിക്കുന്നത്? ചെയ്യുന്ന അതല്ല, റാപ്പ് വെച്ചാൽ വെസ്റ്റേൺ റാപ്പേഴ്സ് ആണോ നമ്മുടെ മലയാളം റാപ്പേഴ്സ് ആണോ? മലയാളം റാപ്പേഴ്സ് MC കൂപ്പർ, ഗബ്രി, വേടൻ, അവരൊക്കെ തന്നെയാണ്. ഇനി അടുത്തൊരു ഗസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഈ പാട്ട് എല്ലാവരും ഇൻഡിവിജ്വലി പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, പാടുന്ന ആളുകളാണ്. അപ്പം ഏതൊരു പോയിൻ്റാണ് പാട്ട് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു പരിപാടിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നൊരു പോയിൻ്റ് ഏതാണ്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പാട്ടിനോടുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുന്നൊരു സ്റ്റേജ്. എനിക്ക് ഞാൻ ഭയങ്കര റീസെൻ്റായിട്ട് മ്യൂസിക്കിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഗൗതമിൻ്റെ കൂടെയൊക്കെ ഞാൻ ഒരു മൂന്ന് കൊല്ലത്തോളമായി മ്യൂസിക്കിലേക്ക് വന്നിട്ട്. ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഇവരെ പോലെ പാടാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ റാപ്പിലേക്കാണ് ഞാൻ ഫോക്കസ് ആയത്. പിന്നെ ശേഷം പ്രൊഡ്യൂസിങ്ങിലേക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ മ്യൂസിക്കിൽ എനിക്ക് പിന്നെ ഇഷ്ടം തോന്നി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമോഷനാണ്. അപ്പോൾ മ്യൂസിക് ആൾക്കാരെ ക്യൂർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അപ്പം നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണോ അത് ആ ഫീലിംഗ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് എനിക്ക് മ്യൂസിക് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. സ്റ്റിൽ മ്യൂസിക് ചെയ്യുന്നു, ഇനി മരിക്കും വരെ മ്യൂസിക് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആർട്ടിസ്റ്റായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഗട്ട് ഫീലിംഗ് കുറേ കാലം മുമ്പ് തന്നെ ഉണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ആർട്ടിസ്റ്റ് ആവണം, അങ്ങനത്തെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ LLM പഠിച്ച ആളാണ്, കുറച്ച് കാലം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി അതല്ല എൻ്റെ പരിപാടി, എനിക്ക് ആർട്ടിസ്റ്റായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പണ്ടേ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പം ഉറപ്പായിട്ടും എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. പാട്ട് പാടുകയും പാട്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സർക്കസ് കളിയാണ് ജീവിതം. മോനേട്ടാ, കഥകൾ കുറേ ഉണ്ടാവുമല്ലോ. ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. കാരണം ഇപ്പം എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഞാനൊരു വലിയ സമ്പന്നനാണ്. കാരണം വെച്ചാൽ 10 മക്കളുണ്ട്. ഇന്ന് മുഴുവൻ ആൾക്കാരില്ല. ഓരോരു വലിയച്ഛനായിട്ട് ഒരു ഗോഡ് ഫാദറായിട്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആനന്ദകരമായി പോവുകയാണ് ഞങ്ങളുടെ ഈ മ്യൂസിക് ബാൻഡ് കൊണ്ട് പോകുമ്പോൾ. അതെ. അപ്പോൾ ഈ പാട്ട് എന്നുള്ളത് മോഹനനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയുള്ള പാട്ടുകളായിരുന്നു കൂടുതലായിട്ട്? അധികം സിനിമാ പാട്ടുകൾ തന്നെയായിരുന്നു. എൻ്റെ പ്രായത്തിനനുസരിച്ച് പഴയ പാട്ടുകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇവരെ കൂടെ കൂടിയൊക്കെ പുതിയ പാട്ടുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റും നമ്മളൊരു ഏജിലുള്ളവർക്ക് കിട്ടുന്ന കുറച്ച് പാട്ടുകളല്ലേ ഉള്ളൂ. പക്ഷെ ഇവരെ കൂടെ കൂടിയ സമയത്തെന്ന് വെച്ചാൽ മുഴുവൻ പാട്ടുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണനായാലും അവരുടെ ചില പാട്ടുകളൊക്കെ ഇല്ലേ, അങ്ങനെ പരിചയപ്പെടുത്തി പുതിയ ഏതെങ്കിലും പാട്ടിൻ്റെ 2 വരി പാടാൻ പറ്റുമോ? ഏത് ഇവർ പരിചയം? അത് ഞാൻ തൊട്ട് നോക്കാറില്ല. ഇവർ പാടുന്ന പാട്ടുകൾ എടുത്തു നോക്കാറില്ല. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മളെന്ത് പറഞ്ഞാൽ നന്നായിട്ട് ഈ സംഗീതത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരാണ്. മാത്രമല്ല ഇവർ പാട്ടുകൾ എഴുതുന്നു, ഇവർ സംഗീതം ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള കുറച്ച് നാടൻ പാട്ടുകളും കുറച്ച് സിനിമാ പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടാറില്ല. ഈ പഴയ കുറച്ച് നാടൻ പാട്ടുകൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ വെച്ച കുറച്ച് പാട്ടുകളുണ്ട്. അതിനെ നമ്മളിങ്ങനെ മൂളുന്നത് കൊണ്ട് ഇവരെന്തെന്ന് വെച്ചാൽ ഡ്രം കിറ്റും ഗിറ്റാറും ബേസ് കത്ത് ഇതെല്ലാം കൂടി വെച്ച് കഹോണൊക്കെ വെച്ചിട്ട് ഒരു മാറ്റം ചെയ്തു തന്നു. പക്ഷെ പല സ്ഥലത്തും എന്നോട് തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ അതങ്ങനെ ആർക്കും തോന്നാറില്ല. ഇത് സ്ഥിരം കേട്ട് പരിചയമുള്ള ഇതിപ്പോൾ ഇവരെ പാട്ടുകൾ മറ്റുള്ള ആരും കേട്ട് തെറ്റിപ്പോയാലും മനസ്സിലാവും. പക്ഷെ അതൊരു ചട്ടക്കൂട്ടിലാക്കി വെച്ചാൽ എൻ്റെ ഒരു ഫ്രെയിം, അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടെന്നുള്ളത്, അങ്ങനെ ഒരു ഫ്രെയിം നമുക്കില്ല. പക്ഷേ മാക്സിമം ഇവർ പറയുമ്പോൾ നമ്മൾ അനുസരിച്ച് അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം ഗുരുനാഥന്മാർ ഇവരാ. എനിക്ക് പ്രായമേ ഉള്ളൂ, ഗുരുക്കന്മാർ ഇവരാണ്. കാരണം ഇന്ന മോഡൽ ഇന്ന അതിൽ പാടുന്നു, ഇന്ന താളം വരുമ്പോൾ എന്നാലും തെറ്റിപ്പോകാറൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് വന്നല്ലേ. ഈ മ്യൂസിക് ട്രൂപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബാൻഡിൻ്റെ കൂടെ ഇങ്ങനെ പാടാൻ പോകുന്നത്. മറ്റ് പാട്ടിന് ഇഷ്ടം നാട്ടിലൊക്കെ ഏതൊരു കല്യാണ വീട്ടിലോ കൂടൽ വീട്ടിലോ ഒക്കെ പാടുക എന്നല്ലാണ്ട് ഇതൊരു
നമ്മുടെ തൊഴിലായിട്ട് പോയതാണ്. നവജോതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഏറ്റവും ഹാപ്പി ആക്കുന്ന പ്രോസസ്സ് എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ആസ് ഇൻ ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്നുള്ള പരിപാടി തന്നെയാണ്. ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ഏറ്റവും ഹേസിൽ ഫ്രീ ആയിട്ടും ഏറ്റവും പീസ്ഫുൾ ആയിട്ടും മൈൻഡിന് തോന്നുന്നൊരു പ്രോസസ്സാണ്. അത് ഭയങ്കര പെർഫെക്ഷനിലൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ജെന്യൂനായിട്ടും വളരെ ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പം ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആർട്ട് വളരെ ജെന്യൂനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള സാധനം. അല്ലാതെ ഭയങ്കര ടെക്നിക്കലി പെർഫെക്ഷൻ സംഭവത്തോടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഒറിജിനലായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനും അഡ്വക്കേറ്റാണ്, ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബട്ട് കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതലുണ്ടാവുന്നത് വേറൊരു ഫീലിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റേജ് പാടുന്ന സമയത്ത് ഉണ്ടാകുന്നത് വളരെ ഹീലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു റൂട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഈ മാംഗോസ്റ്റിൻ ക്ലബ്ബ് അല്ല, കുറേ മുമ്പാണ്. ഇപ്പം ഞാനാണെങ്കിലും അജയ് ആണെങ്കിലും കണ്ണനാണെങ്കിലും ഒക്കെ തന്നെ പണ്ട് കലോത്സവങ്ങളൊക്കെ പോലെയുള്ള ഇതിലൂടെ വന്നാണ്. ഇപ്പം അജയ് കവിത, കഥാപ്രസംഗം തുടങ്ങിയിട്ടുള്ള പരിപാടികൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അജയുടെ വരികളുടെ കോർ അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണനാണെങ്കിൽ പ്രസംഗം നന്നായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ്. അപ്പം അവൻ ഈ വേർഡ്സ് ഇങ്ങനെ വരുന്നത് അതിൽ നിന്നുള്ള കോറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെതാണെങ്കിലും എപ്പോഴും ഈ പ്രോസസ്സ് കൂടെ ഉണ്ട്. പാട്ട് വെറുതെ മൂളി നടക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പം അതിന് ഏറ്റവും രസമുള്ളത് ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പാണ്. ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് എപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ പാട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ദാറ്റ്സ് വൈ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ ആർട്ടില്ലാതെ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു അതെ സെയിം സാധനം. അത് ഈ കലോത്സവങ്ങൾ ഭയങ്കര ഒരു സ്വാധീനിച്ചിട്ടുണ്ട്, ഭയങ്കര വളരെ തുറന്നു പറയുകയാണെങ്കിൽ. കാരണം അതിലൂടെയാണല്ലോ ചെറുപ്പം മുതലേ അതിലൂടെയാണ് നമുക്ക്, കാരണം ആർട്ടിസ്റ്റുകൾ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും അധികം എലൈവായിട്ട് ഫീൽ ചെയ്യുന്നത്. മോർ ദാൻ സർവൈവിങ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അച്ഛൻ കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ വരികൾ ഉണ്ടാക്കുന്നതിലും ബിൽഡ് ചെയ്യുന്നതിലും കവിതകൾ അച്ഛൻ എഴുതുമായിരുന്നോ? അച്ഛനെ എഴുതും. അങ്ങനെ അപ്പം ചെറുപ്പം മുതലേ ആ ഒരു കിക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. അപ്പം എങ്ങനെയായാലും സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാംഗോസ്റ്റിൻ ക്ലബ്ബ് ഭയങ്കര വലിയൊരു പാർട്ടാണ്. മാംഗോസ്റ്റിൻ ക്ലബ്ബിലായിരുന്നെങ്കിൽ ഒരിക്കലും പാട്ടിലേക്ക് തിരിയില്ലായിരുന്നു, അല്ലെങ്കിൽ റാപ്പിലേക്കോ ഹിപ്പ് ഹോപ്പിലേക്കോ ഒന്നും ഒരു കാരണവശാലും വരില്ലായിരുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇവിടെയുള്ള എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഗൗതം വളരെയധികം സ്വാധീനിച്ച ആളാണ്. കാരണം ഗൗതമാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് എനിക്ക് ആ ഒരു ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, മ്യൂസിക്കിൻ്റെയും ഹിപ്പ് ഹോപ്പിൻ്റെയും ഈ ജോണർ ഡിഫറൻസുകളും ഓരോന്നിനും എൻ്റെ ഒരു സ്റ്റൈൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിത്തരുന്നത്. ഉണ്ടാക്കാനൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അജു, നമ്മൾ ഹിപ്പ് ഹോപ്പ് സ്കൂൾ കാരപ്പാറ ഗൗതമിൻ്റെ പഴയ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കുറേ റാപ്പർമാരുണ്ട്. നമ്മളവിടെ ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രസംഗം ഞാൻ ചെറുപ്പം മുതലേ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം എന്ന് പറയുന്നത് എക്സ്റ്റംബർ സ്പീച്ചാണ്. അതായത് 5 മിനിറ്റ് മുന്നെയാണ് വിഷയം തരിക. ഇന്നാലോചിക്കുമ്പോൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഫ്രീ സ്റ്റൈലിംഗ് ആണ്. ഒരു വാക്ക് എന്നാൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം സെയിം പരിപാടി തന്നെ, സ്റ്റൈല് മാറി, ബീറ്റ് വന്നു, കുറച്ചുകൂടെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആധികാരികത അല്ലെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ് സാധനങ്ങൾ വരാൻ തുടങ്ങി, പൊളിറ്റിക്കൽ സാധനങ്ങൾ വരാൻ. അങ്ങനെ ഒരു എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. ഗൗതം? എനിക്ക് ഇതേപോലെ തന്നെ ബേസിക്കലി ആർട്ടിസ്റ്റ് ആവാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. കാരണം ആർട്ട് നമ്മളുടെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. ചെറുപ്പം തൊട്ടേ ആർട്ടിനോടുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലും അച്ഛനൊക്കെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഓര് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ ആർട്ട് കണ്ടിട്ടാണെങ്കിലും അച്ഛൻ്റെ പാട്ട് അച്ഛൻ വരയ്ക്കുമായിരുന്നു, പാടും, എല്ലാം ചെയ്യും. അപ്പോൾ ആർട്ട് ഭയങ്കര ഇനീഷ്യൽ പാർട്ടായിരുന്നു ഫാമിലിയിലെല്ലാം. പിന്നെ പഠിച്ച് നമ്മൾ ഇത് വരുമ്പോഴും നമുക്ക് തന്നെ ചെയ്യണം എന്ന് തന്നെ തോന്നുന്നുണ്ട് എപ്പോഴും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു ജോണർ വൈസ് അല്ലാണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങൾ, ഇപ്പോൾ ഈവൻ മ്യൂസിക്കിൽ മാത്രമല്ല, എന്ത് ചെയ്യാൻ പറ്റിയാലും അത് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഉള്ള പരിപാടി. അപ്പോൾ അതന്നെ ആർട്ടിൽ തന്നെയാണ് ലൈഫ്. ആർട്ട് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരുപാട് പേരുടെ അതെ എന്ന് വിചാരിച്ച് എല്ലാവരും പറയുന്ന പോലെ സന്തോഷം മാത്രമല്ല ഇത് കിട്ടുന്നത്, ഈവൻ സങ്കടമുണ്ട്. ഇതിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്ന സാധനം ബേസിക്കലി നമുക്ക് അറിയില്ല എന്തിനാണ് ശരിക്കും ആർട്ടിൽ സ്ട്രഗിൾ ചെയ്തിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല ബേസിക്കലി.
പക്ഷേ എന്നാലും അതിൻ്റെ വിഷമങ്ങളുണ്ടാവും. നമുക്ക് ചില സമയത്ത് നമ്മളത്തെ ഡൗട്ട്ഫുൾ ആവാം, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ഹാപ്പിയാണ്. ഇതന്നെ ചെയ്യുള്ളൂ. ഇതൊരു ഭയങ്കര അഡിക്റ്റീവ് സാധനമാണ് ആർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, മ്യൂസിക് ചെയ്യുക. ഇത് വിട്ട് ഇനി ഇതിൻ്റെ അകത്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഇത് തന്നെയേ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ സത്യം പറഞ്ഞുള്ള സംഭവം. ഈ പാട്ടെഴുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ജിഷ്ണുവോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മാംഗോസ്റ്റീനിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ആദ്യമായി കേൾക്കുന്ന പാട്ട് പല തുള്ളി പെരുകുളിരായിടമുറിയാ മഴയും, ആ പാട്ടാണ്. ഞാൻ ബേസിക്കലി ഇടുക്കിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു മഴ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ കൂടി ഒരു ഈർപ്പമുള്ള ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഞാനും ചെറുപ്പത്തിൽ എൻ്റെ ഇഷ്ടമുള്ള കൂട്ടുകാരെ കാണാൻ വേണ്ടി ഇതുപോലെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ചില സിനിമകൾ നമ്മളെ നൊസ്റ്റാൾജിക്കാക്കി ഫീൽ ചെയ്യും. പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ നമുക്ക് വരാം. പക്ഷേ ആ കുട്ടിക്കാലത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒന്നുകൂടി പോയി തിരിച്ചു വരണമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലൂടെ ഈ പാട്ടിനെ പറയാം, അല്ലെങ്കിൽ അതിനെങ്ങനെ വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വരുന്നത് എപ്പോഴാണ്? ഇല്ല, അത് ആദ്യം എഴുതിയ പാട്ടാണ്. അല്ലെങ്കിൽ ആദ്യം മീൻസ് ഏറ്റവും ആദ്യം എന്നുള്ള രീതിയിലല്ല, എന്നാലും ക്ലബിലേക്കൊക്കെ ആദ്യം എഴുതിയ, ക്ലബ്ബ് ഉണ്ടാവുന്നതിന് മുമ്പേ ജനിച്ച പാട്ടാണ് പലതുള്ളി. അപ്പം ഇതുപോലെ ഉറക്കം വരാത്ത രാത്രികളിൽ എന്തെങ്കിലും എഴുതണം എന്നുള്ളതുകൊണ്ട് എന്താണ് എഴുതുക നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കും, എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മുടെ ഓർമ്മകൾ ഉണ്ടാവാം, നമുക്ക് രസമായിട്ട് തോന്നിയ കുറേ മെമ്മറീസ് ഉണ്ടാവാം. പറഞ്ഞ പോലെ എൻ്റെ ഗ്രാമവും ഭയങ്കര നനവുള്ള ഗ്രാമമാണ്, വയലാണ്, മഴക്കാലത്തൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതി എന്നുള്ള രീതിയിലാണ് അത്. അതിൻ്റെ കമ്പോസിങ്ങിന് നവജോതും കൂടെ ഉണ്ടായത്. അന്ന് നിങ്ങൾ ലോ കോളേജ് പഠിക്കുകയായിരുന്നു, ആ സമയത്ത് ഉണ്ടാക്കിയ പാട്ടാണത്. അതെ, അതിങ്ങനെ പല ഇതിലായിട്ട് കേട്ടിട്ടുണ്ട്, പല രീതിയിൽ, പല സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. ആ പാട്ടിൻ്റെ ഒരു 2 വരി പാടാവും? ഓക്കെ. ആ ആ പല തുള്ളി പെരുകുളിരായിടമുറിയാ മഴയും ഒരു പുള്ളിക്കുട ചൂടി മഴ നനയാതവളും കരിമിഴിയാൽ എന്നെ നോക്കി കഥ പറഞ്ഞ കാലം കടലാസു തോണി പോലെ അകലും പ്രിയ ബാല്യം കരിമിഴിയാൽ എന്നെ നോക്കി കഥ പറഞ്ഞ കാലം കടലാസു തോണി പോലെ അകലും പ്രിയ ബാല്യം. ഗംഭീരമാണ്. അത് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് റിപ്പീറ്റഡ്ലി കേൾക്കുന്നൊരു പാട്ടായിരുന്നു ആ സമയത്ത്. താങ്ക് യു. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും എന്തെങ്കിലും വരയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടാണ്. ചില അതിൻ്റെ പിന്നുള്ള ബാക്ക് സ്റ്റോറി വേറെയാണ്, പക്ഷെ ഇതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പാട്ട് പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് മറ്റേ അല്ലയോ സുഖമാണോടോ, കൂട്ടുകാരനോട് അന്വേഷിക്കുന്ന ഒരു പാട്ട്, കത്തുപാട്ട്. അതിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അത് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിക്കാം. കൗതുകം ആക്ച്വലി ഞാൻ കത്തെഴുതുന്ന ശീലമുള്ള ഒരാളായിരുന്നു. സുഹൃത്തുക്കൾക്ക് കത്തെഴുതുന്ന, അതായത് മൊബൈൽ ഫോണൊക്കെ വന്ന ശേഷവും കത്തെഴുതുന്ന കുറേ പെൻ ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കിക്ക് എനിക്കറിയാം. എന്താണ് നമ്മളൊരു കത്തെഴുതുമ്പം അത് കിട്ടുന്ന ആൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് അയക്കുമ്പം പ്രതീക്ഷിക്കാതെ ഒരു കത്ത് വന്ന് നമ്മുടെ വീട്ടിലേക്കൊരു പോസ്റ്റ്മാൻ കൊണ്ട് തരുമ്പോൾ എന്താണത് ഫീൽ ചെയ്യുക എന്നുള്ള ഫീൽ എനിക്കറിയാം. എത്ര ആൾക്കാർക്ക് അത് അറിയുന്നറിയില്ല, പക്ഷേ നമ്മുടെ ഫീലാണല്ലോ. അപ്പം അങ്ങനെ ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ ഒരു കൊറോണ സമയത്ത് എഴുതിയ ഒരു പാട്ടായിരുന്നു അത്. പക്ഷേ കൊറോണ സമയത്ത് അത് പുറത്തിറക്കാൻ പറ്റിയില്ല. പിന്നീട് അത് ഇറക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ നവജോതാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇറക്കണം. അത് അങ്ങനെയാണത് ആ പാട്ട് പുറത്തിറങ്ങുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് തീർച്ചയായും ഇറക്കണം എന്നുള്ളൊരു തോട്ടിൽ എത്താൻ കാരണം? അല്ല, അതായത് ഓരോ പാട്ടിനും ഓരോ സ്റ്റോറി ഉണ്ടാവുമല്ലോ. അതെ. അപ്പം കൊറോണയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇറക്കി, അതായത് കൊറോണ സമയത്ത് റിലവൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പാട്ടുണ്ടാക്കിയത്. പിന്നെ കൊറോണ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് അതിന് റിലവൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് അത് പെട്ടിയിൽ വെച്ചത്. പക്ഷേ അതായത് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കുറേ പാട്ടുകൾ ഇതേപോലെ പെട്ടിയിലുണ്ട്, ഒന്നും പുറത്തേക്ക് ഇറക്കുന്നില്ല. അപ്പോൾ നോക്കിയ സമയത്ത് എന്തുകൊണ്ട് ഇതിന് കൊറോണയ്ക്ക് അയച്ചൊരു കത്ത് പിന്നെ ലേറ്റായിട്ട് റിസീവ് ചെയ്താലും അതിനൊരു റിലവൻസ് ഉണ്ടല്ലോ. അതെ. പിന്നെ എപ്പോഴും പാസ്റ്റ് നമ്മൾ പറയാന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഈവൻ ഡാർക്ക് ആണെങ്കിൽ പോലും പാസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു രസം തോന്നും. അപ്പം ഇപ്പം നോക്കുമ്പോൾ കൊറോണയ്ക്കുള്ള ഡേയ്സ്, നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സ് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. അന്ന് അത് കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും അപ്പം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന രീതിയിൽ
ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പാട്ട് ഇറക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നിയപ്പം അങ്ങനെ ഇറക്കിയാണ്. അതിന് ഉറപ്പായിട്ടും കുറേ ലിസണേഴ്സ് ഉണ്ടായി. ഉണ്ട് തീർച്ചയായിട്ടും. എല്ലാ പാട്ടിനും എല്ലാവരും കേൾക്കണമെന്നില്ല, ബട്ട് ചില പാട്ടുകൾ കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു ആലോചന തന്നെയാണ് അത് പുറത്തേക്ക് ഇറക്കിയത്. ആ നേരത്തെ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം പലരും കണ്ടിട്ടുള്ളത് ഈ പുതിയ തലമുറയിലെ പാട്ടുകളെ അങ്ങനെ പഴയ തലമുറയിലുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ പാട്ടുകൾ പുതിയതൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ വെല്ലിച്ചനൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ എന്ത് പാട്ടാണ് വെച്ചേക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ ഇവരുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ഈ 2 തലമുറകളിൽപ്പെട്ട ഈ പാട്ടുകളും ചേട്ടൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ പുതിയ തലമുറയിലെ പാട്ടുകാരെ കുറിച്ച്? അത് എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ പറയുക വെച്ചാൽ പഴയ പാട്ടുകളാണ് ഏറ്റവും നല്ലത്. പുതിയ കുട്ടികളൊക്കെ പറയും ഇപ്പോഴത്തെ കാലത്തെ പാട്ടുകൾ നല്ലതെന്ന്. പക്ഷെ ഇതൊക്കെ നല്ലതാണ്. ഞങ്ങളെ മ്യൂസിക് ബാൻഡിനെ സംബന്ധിച്ച് എല്ലാ പാട്ടുകളും നല്ലതാണ്. അത് ഇതിനെ എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കി വെക്കണം. എൻ്റെ പ്രായത്തിലുള്ള കാലത്ത്, എൻ്റെ ചെറിയ കാലത്തുള്ള പാട്ടുകളെ നന്നുള്ളൂ എന്നുള്ളൊരു കാഴ്ച ഞാൻ ഒരിക്കലും പാടില്ല. ഇപ്പോൾ ഉള്ളതിനെയും മനസ്സിലാക്കണം. എനിക്ക് അഥവാ മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികളില്ലേ, ഇവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇതുപോലെ നമ്മൾ അതിനായിട്ടൊന്ന് ശ്രമിച്ചാൽ നമുക്ക് എല്ലാം നല്ലത് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ പാട്ടുകൾക്ക് ഉണ്ടാവും എന്നല്ലാതെ എല്ലാം നല്ലതിന് വേണ്ടിയാണല്ലോ പിറക്കുന്നത് പാട്ടുകളൊക്കെ. ആ അതെ തീർച്ചയായിട്ടും. അതുപോലെ അർജുനിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഈ പാട്ടിലേക്ക് വന്നിട്ട് കുറച്ചായി എന്നല്ല പറഞ്ഞു, കുറച്ച് നാളായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവരോട് പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പെർഫോമൻസിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്? ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അറിയാത്തൊരു പരിപാടി തുടങ്ങുമ്പോഴും അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴും നമുക്ക് ഏതൊരു മനുഷ്യനും ടെൻഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ മോനേട്ടൻ പറഞ്ഞ പോലെ പഴയ പാട്ടുകൾ തന്നെയാണ് പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും മുന്നേ ആളുകൾ ഉണ്ടാക്കി വെച്ച പാട്ടുകളും അല്ലെങ്കിൽ കലാരൂപങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് അതിൽ നിന്ന് ഇൻസ്പയറായി അവനവൻ്റെ മനസ്സിൽ എന്താണോ റിഫ്ലക്റ്റ് ആവുന്നത് അത് അയാൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാട്ട് ഉണ്ടാക്കുകയാണ്, ഗൗതം ഒരു പാട്ട്, ഏരിയ എല്ലാവരും മാംഗോസ്റ്റീൻ ഒരു പാട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാവണം. ഇപ്പം ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാനത് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലത്ര ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ പെർഫോമൻസിൽ സംഭവിച്ചിട്ടുണ്ട് ആദ്യ സമയത്തൊക്കെ. ഇപ്പോൾ മാംഗോസ്റ്റീൻ ഇപ്പോൾ ഇവരെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഗ്രൗണ്ടഡ് ആവും ആ സമയത്ത്. അത് എനിക്ക് മനസ്സിലാവും, ആ ചേട്ടൻ അവിടെയൊക്കെയാണ് താമസിക്കുന്നത്, ഇവരെല്ലാവരും നാട്ടിലാണ്, ആ നാട് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം ഈ പാട്ട് എവിടുന്ന വരുന്നതെന്നുള്ള ആ ഒരു ഫീലിംഗ് ഞാൻ പെർഫോം ചെയ്തിട്ട് ആളുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരാറുള്ളത്. പക്ഷേ ടെൻഷൻ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. പക്ഷേ ഓൾ ഗുഡ്. ഇനി ഭാവിയിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനും കുറേ പാട്ടുകൾ ഉണ്ടാക്കാനും പറ്റുന്നു തോന്നുന്നു. അതുപോലെ ഗൗതം എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇവരുടെ കൂടെ ചേർന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ മോഹനേട്ടനുണ്ട്, അതുപോലെ നിങ്ങളുടെ ഏജിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ കൂടെ ഒന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനും ഇതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാമ്പിൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സാമ്പിൾ ചെയ്യാന്ന് പറയുമ്പോൾ ഹിപ്പ് ഹോപ്പിൽ ബേസിക്കലി നമ്മൾ ആസ് പ്രൊഡ്യൂസേഴ്സ് നമ്മൾ പഴയ ഏതെങ്കിലും പാട്ടുകൾ പണ്ടുണ്ടായിരുന്ന സോങ്സ് ഇതൊക്കെ നമ്മൾ കുറേ കേൾക്കണം. ഞങ്ങൾ കുറേ ഇരുന്ന് ക്രേറ്റ് ഡിഗ് ചെയ്യാന്ന് പറയും ഇതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രാജ്യത്തിലുള്ള പണ്ടത്തെ നല്ല പഴയ പാട്ടുകൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കേട്ടിട്ട് ഇതിനെ നമ്മൾ റീമിക്സ് ചെയ്യാന്ന് പറയുമല്ലോ പണ്ടൊക്കെ. ഇതിനെ വെട്ടിയെടുത്ത് ഇതിൻ്റെ അകത്തു നിന്നാണ് ഒരു ബീറ്റ് ഉണ്ടാക്കി ഇതിലാണ് ഞങ്ങൾ റാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ റാപ്പ് ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പോൾ അജു പറഞ്ഞ പോലെ ഇപ്പോൾ അജേട്ടൻ എഴുതുമ്പോൾ നമുക്ക് ശരിക്കും ആ അവിടുത്തെ ആ നാട്ടിലെ ആ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇതേപോലെ ഇതിലേക്ക് റാപ്പ് എഴുതുന്ന സമയത്ത് ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മളുടെ ഒരു നമ്മളെന്താ പറയാൻ ശ്രമിക്കുക എന്നുള്ളത് കണക്റ്റ് ആക്കുക എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇവരോട് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ മോനേട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മോനേട്ടനെ എന്തെങ്കിലും ഞങ്ങളുടെ ഈ സാമ്പിൾ ചെയ്ത ഒരു ഇതിലേക്ക് മോനേട്ടൻ്റെ പാട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഞങ്ങൾ തന്നെ 2-3 പാട്ടുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ
സ്റ്റൈലിലേക്ക്, ഇപ്പോൾ ഈവൻ ട്രാപ്പിലേക്കാണെങ്കിലും അങ്ങനത്തെ വോയിസസ് വരണം എന്നുള്ളത് അതൊരു സംഗമം ഭയങ്കര അടിപൊളി പരിപാടിയാണ്. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയതും പുതിയതും കൂടെ ഒന്നിച്ച് ചേർക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും അടിപൊളി സംഭവം ആവുന്നത്. അല്ലാതെ പുതിയതായിട്ടൊരു മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ബേസിക്കലി നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സാധനത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള ആളുകൾ അതിനെ നമ്മളെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ പെർഫോമൻസിലാണെങ്കിലും അത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എല്ലാ ടൈപ്പ് ജോണറിലും പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ആഫ്റ്റർ ആയിട്ട് നമ്മൾ റാപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും അതേസമയം മാംഗോസ്റ്റീനിൽ നമ്മളിപ്പോൾ ഒരു ഫോക്ക് സോങ് നമ്മൾ മോഹനാൻ്റോടെ ചെയ്യുമ്പോൾ എല്ലാം ഒരേ എനർജി തന്നെയാണ്. എനർജി സെയിം ഇൻ ദ സ്റ്റേജ്. അത് ഒരിക്കലും മാറുന്നില്ല. സംഭവം ഒന്ന് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് ഇതുവരെ അതിലൊരു പഴയത് പുതിയത് ഇതുവരെ തോന്നിയിട്ടില്ല. അത് ഭയങ്കര ഒരു ഒന്ന് തന്നെയാണ് ബേസിക്കലി ആ ഒരു ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ മാംഗോസ്റ്റീനെ പറ്റി ഒരുപാട് സംസാരിച്ചു. ഓണമാണ്, അപ്പോൾ ഓണത്തെ പറ്റി സംസാരിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ആദ്യം മോഹനേട്ടനിൽ തന്നെ തുടങ്ങാം. പണ്ട് കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ 90s ഉള്ള ആളാണ്. മോഹനേട്ടൻ എന്ന് പറയുമ്പോൾ അതിനും മുമ്പുള്ള ഓണങ്ങൾ കണ്ടിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ മോഹനേട്ടൻ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഓർമ്മ? ഒരു സംഗമം, ഒരു കൂട്ടായ്മ. അതിൽ എന്താ ഇല്ലായ്മ എന്നുള്ളൊരു വല്ലായ്മയൊന്നും അവിടെ ഇല്ല. ഓണം വരുമ്പോഴേ അതൊരു ആഘോഷമാണ്. അതെല്ലാവരും അതിൽ ഉൾപ്പെടുമായിരുന്നു. ഇത് ഇന്നും കുറച്ച് കുറവുണ്ടെന്നല്ലാതെ ഈ ഓണക്കാലത്തിന് ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ചെറുപ്പം മുതൽ. അവിടെ ഇഷ്ണോട് ചോദിക്കുകയാണെങ്കിലോ, ഓണത്തെ പറ്റി പറയുമ്പോൾ എന്താ ശരിക്കും പറയാനുള്ളത്? ഓണം ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കുക. ഇല്ല, ഞാൻ പറയാം. അപ്പം ഓണം ക്ലീഷ അല്ലാത്ത ആൻസർ എന്നുള്ളത് ബേസിക്കലി ഈ ഉത്തര മലബാറിൽ നിന്നാണ് ഞങ്ങളൊക്കെയും ഈ കോഴിക്കോട് മലബാർ ഏരിയ ആണല്ലോ. ഇവിടെ ഈ മാവേലിക്ക് പകരം നമ്മുടെ നാട്ടിലൊക്കെ വരുന്നൊരു രൂപമുണ്ട്, ഒരു ഓണപ്പൊട്ടൻ, ഓണത്തപ്പൻ, ഓണേശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഞങ്ങളുടെ ഒരു മാവേലി പാട്ടൊക്കെ ആക്ച്വലി ഈ കൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്. അതായത് കൊടവയറുള്ള പൂണൂൽധാരിയായിട്ടുള്ള മാവേലി അല്ല, മറിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിനിധിയുടെ രൂപം എങ്ങനെയാണോ അങ്ങനെയുള്ള മാവേലി എന്ന് പറയുന്ന മാവേലിയാണ് കൺസെപ്റ്റ്. നമ്മളൊക്കെ നാട്ടിൽ എല്ലാം ഈ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഓണത്തപ്പൻ വീട്ടിലേക്ക് വരും, മണിഗിരിക്ക് കൊണ്ടുവരും. അപ്പം ഇത് നാട് അല്ലെങ്കിൽ പൂക്കളം, ചിലപ്പോഴുള്ള മഴ, അതിൻ്റെ പ്രത്യേക ക്ലൈമറ്റ്, കുറേ ആൾക്കാർ, കുറേ മനുഷ്യന്മാരെ കാണുന്നത്, കുറേ കളികളിൽ ഏർപ്പെടുന്നത്, അവധിക്കാലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള കുറേ പോസിറ്റീവ് സാധനമാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരിക. ഏറ്റവും ആഗ്രഹമുള്ള ഒരു സീസണാണ് ഓണക്കാലം ഉള്ളത്. എപ്പോഴും ഒരിക്കലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കാൻ, നാട്ടിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം. എല്ലാ ഓണം നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ആഗ്രഹം, പലപ്പോഴും പറ്റാറില്ല. ഓക്കെ, അവിടെ അർജുൻ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോനായിട്ട് പറഞ്ഞ പോലെ ഫെയ്ഡ് ആവുന്നില്ല സംഭവം. പക്ഷെ പല കാര്യങ്ങളും എനിക്ക് മാറ്റി വെക്കുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഒരു ഓണം വരികയാണ്, വർഷത്തിലൊരിക്കലേ വരുന്നുള്ളൂ. എന്നിരുന്നാലും ഫാമിലീസൊക്കെ ഒത്തുചേരാൻ പറ്റിയൊരു ദിവസം. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്, എൻ്റെ ഫ്രണ്ട് വേറെ എവിടെയാണ്. ഞാൻ ആ ഫ്രണ്ടിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടോ? അപ്പോൾ ബിസിയാ ആള്. അപ്പോൾ അവന് വേറെ പരിപാടി ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അവൻ ചെറിയൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയായിരിക്കും. പക്ഷെ ഒരു ഒത്തുചേരൽ എവിടെയോ ഫെയ്ഡ് ആവുന്ന പോലെ, ചില കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് പോലെ ഇടയ്ക്ക് ഫീൽ ആവാറുണ്ട്. ആൾക്കാർ ഇപ്പോൾ വിചാരിച്ച എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റും, എന്നാലും ജീവിത സാഹചര്യങ്ങൾ കാരണം ആളുകൾക്ക് ഒത്തുതരാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് ഓണത്തിനും. ഇപ്പൊ വേറെന്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും എനിക്കറിയില്ല, മൊത്തത്തിൽ എക്കണോമീൻ്റെ ഒരു കളിയായിരിക്കും ഈ ഫെസ്റ്റിവലൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം അത് വലിയൊരു സംഭവമാണല്ലോ. അതെ, നമ്മൾ ഒറ്റയ്ക്ക്, അതായത് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചിട്ട് ജീവിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ വേറെ ഏതെങ്കിലും ജോബ് എന്ന് പറഞ്ഞാൽ എന്താ, ജോയിനിങ് ഓൺ അതർ ബിസിനസ്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ള, അല്ലാണ്ട് നമ്മളെ ബിസിനസ് അല്ല. നവജോതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല, എനിക്ക് ഓണം എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതായത് ഓണോ ക്രിസ്മസ് എന്താണെങ്കിലും മൊത്തം സറൗണ്ട് ചെയ്യുന്ന വേൾഡ് മൊത്തം അതിനനുസരിച്ചിട്ട് മാറുമല്ലോ. അപ്പം എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഫീലാണ് എനിക്ക് ഓണം. ഞാനിപ്പോൾ പേഴ്സണലി ഇപ്പം എൻ്റെ വീട്ടിൽ പൂവിടലോ അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ വളരെ ചെറുപ്പത്തിലേറ്റാണ് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. അതർവൈസ് ഈ പറയുന്ന ഫുഡ്, ഭക്ഷണം, പായസം ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ എല്ലാം നമ്മൾ TV തുറക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിലായിരിക്കുമല്ലോ, അപ്പോൾ ഉണ്ടാവുന്ന പുതിയ സിനിമ വരും.
ഇതൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ കൂടുതൽ സ്റ്റക്കായി നിൽക്കുന്ന മെമ്മറീസ്. ഇപ്പം കാണാത്ത മൂവീസ് പുതിയത് ഇങ്ങനെ ടി വിസിൽ വരും, അത് തെളിഞ്ഞു വരുമ്പോൾ അതെ 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 അതെ. അപ്പോൾ ഈ സറൗണ്ടിങ്സ് റെഡി ആവുന്നത് മൊത്തത്തിൽ എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഹാപ്പി ആകുമ്പോൾ മൊത്തം ഹാപ്പി ആകുമ്പോൾ ഞാനും ഹാപ്പി ആവാറുണ്ട്. അതാണ് എൻ്റെ ഒരു ഓണം കോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെ ഒരു ആൾക്കാർ കൂടിയിരിക്കുമ്പം ഭയങ്കരമായി സന്തോഷം കിട്ടുന്ന ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എൻ്റെ. കാരണം അപ്പം ഓണമാകുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നത്, വീട്ടുകാർ, അച്ചാച്ചൻ, അമ്മ. അപ്പം എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. എപ്പോഴും നാട്ടിലേക്കും വീട്ടിലേക്കും എന്തൊക്കെ ആയാലും ഓണം വിഷുവൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു തുടങ്ങും. അപ്പം ആ ഒരു സാധനമാണ് എപ്പോഴും. അതാ ഞാൻ അത്ര ടൈം എടുത്ത് ഞാൻ ആലോചിച്ച് എന്താ, കാരണം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എനിക്കങ്ങനെ ചെറുപ്പത്തിലെ വലിയ ഓണാഘോഷങ്ങൾ അങ്ങനത്തെ സംഭവമൊന്നും നമ്മൾക്ക് അത് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം എനിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞങ്ങൾ ടൗൺ ഏരിയയിലേക്കൊന്നും അത്രയും പൂ പറിക്കാൻ പോകുന്ന പരിപാടി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പണ്ടേ പൂ വാങ്ങി വരും. അത് തന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് വീട്ടിലൊക്കെ പൂവിടാന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പം തന്നെ പൂ വാങ്ങി വരുന്നു, ഇടുന്നു. പിന്നെ ഓണത്തിന് നല്ല സിനിമ ഇറങ്ങും, അത് കാണാൻ പോകുന്ന ബേസിക്കലി നല്ലത് പടം ഇറങ്ങും. അപ്പോൾ ആ പടം കാണാൻ പോവുക എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇപ്പം ബേസിക്കലി ആ ഓണത്തിന് ചെക്കന്മാർ വന്നാൽ കൂടും, അങ്ങനെ അതന്നെ ഉള്ളൂ. കാരണം ഓണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയൊരു ഓണം മാത്രമല്ല, എല്ലാ ഫെസ്റ്റിവലിനാണെങ്കിലും നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ആഘോഷിക്കേണ്ട ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവൽസിലൊന്നാണ്. കാരണം ഭയങ്കര യുണീക്കായിട്ടൊരു സ്റ്റോറിയൊക്കെ ഉള്ള കുറച്ച് ഇതൊക്കെ ഉള്ള ആ സ്റ്റോറിയോട്ട് വലിയ യോജിപ്പൊന്നും ഇല്ലെങ്കിലും പറയാൻ പറ്റുമോ, എന്നാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പം നീർന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ലൈവായിട്ട് ആ പാട്ട് ഇതിലൂടെ എല്ലാവരും ഒന്ന് കേൾപ്പിച്ചാലോ? നീറ് എന്നാണ് ഈ പാട്ടിൻ്റെ ട്രാക്കിൻ്റെ പേര്. ഇതൊരു മ്യൂസിക് വീഡിയോ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇറക്കിയൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ പാട്ടാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഇതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ, അറേഞ്ച്മെൻറ്റ് ഒക്കെ ചെയ്തത് ഗൗതം ഷാ ആണ്. ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിത്തന്നത് സൂരജ് സന്തോഷ് ചേട്ടനാണ്. ബാക്കി വരികൾ എരി ആഫ്റ്റർ ഇറ്റ് കൂടിയാണ് അതിൻ്റെ റാപ്പ് പോർഷൻ. നവോക്ക ഫീമെയിൽ പാർട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര താങ്ക്സ് ടു സൂരജ് ചേട്ടൻ, നവോക്ക. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മളെ പാട്ട് ഒരു പാടിത്തന്നത്, ഭയങ്കര പാടാൻ സമ്മതിച്ചതും അല്ലേ. ഇതിൻ്റെ ആശയവും ഇതിൻ്റെ സംവിധാനവും പ്രത്യുഷ് ചന്ദ്രൻ മൂപ്പരെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും കണക്റ്റ് ആവുന്നത് പ്രത്യുഷ് ചേട്ടനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നീർ ഫ്രം ദ ക്രിയേറ്റേഴ്സ്. ലെറ്റ്സ് ഗോ. മുറ്റത്തെ മാവിൻ്റെ കൊമ്പത്തു പൂവിട്ട മോഹക്കിനാവിൻ കനി തേടി കാറ്റത്തു വീഴാതെ കണ്ണൊന്നു ചിമ്മാതെ നീങ്ങുന്ന നീറാളു ഞാൻ. മയഞ്ഞവരകൾ മറന്ന വഴികളിൽ മനസ്സ് മൊഴിയും മഷികൾ എന്റെ വഴികൾ എന്ന് മുഴുവൻ പക്ഷയാൻ നോക്ക കരിക്ക് പോലെ പുറം കട്ടിയ സോക്ക ഐഡി കല എന്റെ നോക്ക എല്ലാം സോട്ടാകും മ്യൂസിക്കിന്റെ ഡോക്ടർ ദിശ അറിയാതെ പോകാൻ പോക്ക ലക്ഷ്മറ സെഞ്ചുറിയൊന്നും കൂടെ നോക്കാം. ആത്മ ചിരിച്ചമുഖമുണ്ടെങ്കിലും കുത്തിക്കീരി നിന്റെ ചുക്ക് പക്ഷെ ഫണ്ണ ആൾക്കാരെ വാക്കിൽ പിന്നാക്ക് ഞാൻ ട്രൈ ചെയ്ത് സ്വയം കല്ലായി പല തിരിവുള്ള വഴി തന്നെ എല്ലാടോ കല വില പറയണം മനമെന്നാളുമേ. കണ്ണൊന്നും ചിമ്മാതെ കണ്ണീരി മുങ്ങാതെ കണ്ട പൊന്നിക്കനി കണ്ണോട് കണ്ണാക്കി മുന്നോട്ടു മണ്ണാക്കി മുന്നേ ഓ കണ്ണിമണി ഉരുകുമുയിരിൽ കുളിരലിറ
നീളേ നീ പോ ഓമനെ കിനാചുന പോലെ ഉൾപ്പൊളിക്കലും ഞാൻ നിന്റെ മാങ്ങണി. ചൊന്നതന്റെ വിളകളാ കണ്ണുനീര് കൊണ്ടുവന്ന വഴികളാ വീണതന്റെ വിളികളാ വെണ്ണീര് തൂങ്ങിയുള്ള കഥകളാ ചൊന്നതന്റെ വിളകളാ കണ്ണുനീര് കൊണ്ടുവന്ന വഴികളാ വീണതന്റെ വിളികളാ വെണ്ണീര് തൂങ്ങിയുള്ള കഥകളാ കൊണ്ടൊക്കെ കുത്തിവെക്കാൻ നേരമായി പപ്പേരിയുടെ തൂലിലേക്ക് ഭാരമായി പേടിച്ചു താരനായി വെയിലത്തി വഴിപ്പാനൊത്തു തേരിനായി തോൽവില്ലേക്ക് കുടയിലൊരു സമയമായി പാലിമുട്ടരങ്ങൾ തേടി പാട്ടു ചോദ്യമായി ആളുകൾക്കും ഇതേറിച്ചു ആദ്യമായി എന്റെ നല്ല ചുമതല സാധ്യമായി കണ്ണൊന്നും ചിമ്മാതെ കണ്ണീരിൽ മുങ്ങാതെ കണ്ട പൊന്നിക്കനി കണ്ണോട് കണ്ണാക്കി മുന്നോട്ട് മണ്ണാക്കി മുന്നേ ഓ കണ്ണിമണി നീറേ നീ പോ